നമസ്കാരം. നഗരത്തിൽ ഒരു മാസമായി തുടർന്ന സംഘർഷം പോലീസിന് തടയാൻ കഴിയാത്തത് അലന്റെ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നുവെന്ന റിപ്പോർട്ട്. സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് നടന്ന കൊലപാതകം പോലീസിനെയും പ്രതിസന്ധിയിലാക്കി. ആസൂത്രിത കൊലപാതകമാണോ എന്നുവരെ പോലീസ് സംശയിക്കുകയാണ്. 6 പേരടങ്ങുന്ന സംഘമാണ് അലന്റെ സംഘത്തോട് ഏറ്റുമുട്ടിയത്. ഇതിന് റൌഡി ലിസ്റ്റിൽപ്പെട്ടവരും ഉൾപ്പെടെയുണ്ട്. ഇതേ സ്ഥലത്ത് തന്നെ ഒരു മാസത്തിനിടെ പലതവണയാണ് ഈ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. കമ്മീഷണർ ഓഫീസിന് സമീപത്ത് നടന്ന സംഘർഷം പോലും പോലീസിന് തടയാൻ കഴിഞ്ഞില്ല. ക്രിമിനൽ കാപ്പ കേസ് പ്രതികൾക്കുൾപ്പെടെ സംഘർഷത്തിൽ പങ്കുണ്ടെന്നാണ് സൂചന. മ്യൂസിയം സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം. മഹാരാഷ്ട്രയിൽ 8 മാസമായി മതപഠനം നടത്തി വരികയായിരുന്നു അലൻ. അവധിക്കായാണ് നാട്ടിലെത്തിയത്. അലന്റെ സഹോദരി ആൻഡ്രിയയുടെ ഭർത്താവ് നിതിന്റെ വീട്ടിലാണ് അലൻ താമസിക്കുന്നത്. നെട്ടയത്തായിരുന്നു ആദ്യം അലൻ താമസിച്ചിരുന്നത്. സഹോദരി ആൻഡ്രിയ 1 വർഷം മുൻപ് ആത്മഹത്യ ചെയ്തതോടെ അവിടുത്തെ വാടക വീട്ടിൽ താമസം മതിയാക്കി. പിതാവ് അപകടത്തിൽ മരിച്ചു. മാതാവാണ് വീട്ടുകാര്യങ്ങൾ നോക്കിയിരുന്നത്. സഹോദരി മരിച്ചതോടെ അലൻ പഠനം ഉപേക്ഷിച്ച് മതപഠനത്തിലേക്ക് ചേർന്നു. മേയിലാണ് മതപഠന സ്ഥലത്ത് നിന്ന് നാട്ടിലേക്ക് എത്തിയത്. ജനുവരിയിൽ ഇതിന്റെ ഉന്നത പഠനത്തിന് പൂനെയിൽ പോകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം അലൻ ഫുട്ബോൾ കാണാനും കളിക്കാനും പോകുമായിരുന്നു. കഴിഞ്ഞ ദിവസവും അലനെ ഫുട്ബോൾ കളിക്കാൻ വിളിച്ചതായിരുന്നു സുഹൃത്തുക്കൾ. ജനറൽ ആശുപത്രിയിൽ അലന്റെ വിയോഗ വാർത്തയറിഞ്ഞ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഇരച്ചെത്തി. അലന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ ഒപ്പം എത്തിയവർക്ക് കരച്ചിലടക്കാനായില്ല. കൊല്ലത്ത് ജോലി ചെയ്യുന്ന അലന്റെ മാതാവ് മഞ്ജുള വിവരമറിഞ്ഞ് രാത്രി 10 മണിയോടെയാണ് വീട്ടിലേക്ക് എത്തിയത്. അരിസ്റ്റോ ജംഗ്ഷന് സമീപം താമസക്കാരനായ അലനെ കുത്തിക്കൊന്ന കേസിലാണ് കാപ്പ കേസ് പ്രതി അടക്കം 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. അലന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് തൈക്കാട് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ അലന് കുത്തേറ്റത്. ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. രാജാജി നഗറിലെ കൗമാരക്കാരും സമീപത്തെ സ്കൂൾ വിദ്യാർത്ഥികളും തമ്മിൽ സ്ഥിരമായി തർക്കമുണ്ടാകാറുണ്ട്. ഇടയ്ക്കിടെ കയ്യാങ്കളിയിലുമെത്തി. ഇതിൽ മുതിർന്നവരും ഇടപെട്ടാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. പെരൂർക്കട മണികണ്ഠേശ്വരം സ്വദേശിയായ അലന്റെ കുടുംബം 6 മാസത്തിന് മുൻപാണ് ഇത്തരത്തിൽ അരിസ്റ്റോ ജംഗ്ഷനിൽ വാടകയ്ക്ക് താമസിക്കാനെത്തിയത്. രാജാജി നഗറുള്ള സഹോദരി ആൻഡ്രിയയുടെ ഭർത്താവിന്റെ വീട്ടിൽ അലൻ സ്ഥിരമായി എത്തുമായിരുന്നു. ഇതിനിടെ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന് പരിഹാരം കാണാൻ സുഹൃത്തുക്കൾ വിളിച്ചതിനെ തുടർന്നാണ് തൈക്കാട് ക്ഷേത്രത്തിന് സമീപം എത്തിയത്. വാക്ക് തർക്കമുണ്ടാവുകയും ഒരാളെ അലൻ മർദ്ദിക്കുകയും ചെയ്തതായി പോലീസ് പറയുന്നു. പ്രകോപിതരായ സംഘം അലനെ ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തി. എഴുന്നേൽക്കാനുള്ള ശ്രമത്തിനിടെയാണ് കുത്തേറ്റത്. അലന്റെ ഇടതു നെഞ്ചിലാണ് ആഴത്തിൽ കുത്തേറ്റത്. ഹൃദയത്തിനേറ്റ മുറിവ് കാരണമുള്ള ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമായതും. മൂർച്ചയേറിയതും കനം കുറഞ്ഞതുമായ ആയുധം വാരിയെല്ലുകൾക്കിടയിലൂടെ ഹൃദയത്തിലേക്ക് തറച്ചുവെന്നാണ് ഡോക്ടറുടെ പ്രാഥമിക നിഗമനം. കുത്തേറ്റ് ഏറെ വൈകാതെ മരണം സംഭവിച്ചു. കുത്തേറ്റ അലനെ 2 സുഹൃത്തുക്കൾ ചേർന്ന ബൈക്കിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇരുവർക്കും മധ്യത്തായി ഇരുത്തിയാണ് അലനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചത്. അലന്റെ കാലുകൾ ഈ യാത്രക്കിടെ നിലത്തുറഞ്ഞ് മുറിവേറ്റ നിലയിലായിരുന്നു. യാത്രക്കിടയിൽ തന്നെ ജീവൻ നഷ്ടമായി എന്നാണ് പോലീസ് പറയുന്നത്. സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പ്രതികളിലേക്ക് എത്തിയത്. കുത്തിയയാൾ കടന്നു കളഞ്ഞു. സുഹൃത്തുക്കൾ 2 പേർ ചേർന്ന് തുടർന്ന് അലന്റെ ബൈക്കിലെത്തി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കത്തി മുകളിലേക്ക് ചരിച്ചു പിടിച്ചുള്ള കുത്തേറ്റ് ഹൃദയധമനി മുറിഞ്ഞാണ് മരണം സംഭവിച്ചതെന്നാണ് സൂചന.